വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള കുറവ്, അല്ലെങ്കിൽ എന്താണ് മനുഷ്യൻ ജീവിതത്തിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് അതിന് കൊടുക്കാനുള്ളത്. ഇന്ന് മനുഷ്യന് സമാധാനമില്ലെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാം ഇഷ്ടം പോലെയുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വ്യക്തി മരിച്ചാൽ, ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പകാലത്ത് ഒരു മനുഷ്യൻ മരിച്ചാല് ആ വിവരം ഒന്ന് അറിയിക്കണമെങ്കിൽ രാത്രി മുഴുവൻ വാഹനം ഓടണമായിരുന്നു. ആ വാഹനം തിരിച്ചു വന്നിട്ട് അടക്ക ശുശ്രൂഷ നടക്കത്തുള്ളൂ. ആ സ്ഥാനത്ത് ഇന്നത്തെ ആ സാഹചര്യങ്ങളൊക്കെ നോർത്തു നോക്കിയേ, എന്തുമാത്രം വളർച്ചയാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന് സമാധാനമില്ല. ഞങ്ങൾ ഈ ദൈവത്തിന്റെ വചനമായിട്ട് ഈ കവലകൾ തോറും നടന്ന് ദൈവവചനം അറിയിക്കുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഇപ്പോൾ ആയിരിക്കുന്ന ആ സമൂഹത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പിടിച്ചുകൊണ്ട് പോകാനുള്ള ലക്ഷ്യത്തിലല്ല ഞങ്ങൾ ഈ ദൈവവചനമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ ദൈവവചനമായിട്ട് കടന്നു വന്നതിന്റെ കാരണം, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ദൈവവചനമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം മധ്യത്തിലും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും തകർന്ന് വല്ലാത്തൊരു അനുഭവത്തിൽ നമ്മുടെ സമൂഹമായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ആമേൻ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ആമേൻ ഏതൊരു ദൈവഭക്തന്റെയും ദൈവ മക്കളുടെയും കർത്തവ്യമാണ്. അല്പസമയം ആമേൻ ദൈവവചനത്തിൽ സംസാരിക്കുമ്പോൾ സമാധാനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞൊരു വാക്യ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദേശനിവാസികളെ, യേശു ക്രിസ്തു ആമേ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സമാധാനം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അനുഭവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹവും വലിയ പദ്ധതിയും ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യരോട് കൂടെ വാസം ചെയ്യുക എന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. സ്തോത്രം. അങ്ങനെ തന്നെയാണ് വേദപുസ്തകം നമ്മൾ വായിക്കുന്നത്. ആമേൻ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം ആമേൻ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന്റെ അർത്ഥം, ദൈവം സൃഷ്ടിച്ച ആദം ഹവ്വ അവരോട് കൂടെ യഹോവയായ ദൈവം ഒന്നിച്ച് വാസം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരനുഭവത്തെയാണ് തമ്പുരാൻ ആഗ്രഹിച്ചത്. എത്ര സന്തോഷകരമായ ഒരു അനുഭവം! ദൈവത്തോടുകൂടെ വാസം ചെയ്യുന്ന എത്ര ആനന്ദകരമായ അനുഭവം! എന്നാൽ ആ ദൈവിക പദ്ധതിയെ ആമേൻ പിശാചാകുന്ന അന്ധകാര ശക്തി തകർക്കുവാനായി തീർന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദേശനിവാസികളോട് ആമേ ഒരു ദൂത് വിളിച്ചു പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം തേടി നിങ്ങൾ പരതി നടക്കണ്ട. ആ സമാധാനം നശിപ്പിച്ചത് അന്ധകാര ശക്തിയാണ്. സ്തോത്രം. അങ്ങനെ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ദൈവമാക്കി വെച്ച ആ വലിയ പദ്ധതിയിൽ നിന്ന് ആ മനുഷ്യൻ തള്ളപ്പെട്ടു. ആ മനുഷ്യനെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആമേൻ. ഞാൻ ഓടിച്ചു പോകട്ടെ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ അവൻ അന്നു മുതൽ ഒരു പ്രത്യേക പേരിന് ഉടമയായി തീർന്നു. മനുഷ്യൻ അനുസരണക്കേട് നിമിത്തം പാപിയായി തീരാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വൈകിയ സമയം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടാൻ ഒന്നാമത്തെ കാരണം പണമില്ലാത്തതല്ല, വീടില്ലാത്തതല്ല, വിദ്യാഭ്യാസമില്ലാത്തതല്ല, ദൈവിക പദ്ധതിയിൽ നിന്ന് അവൻ അകന്നുപോയി. ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് അവൻ അകന്നുപോയി. ആ മനുഷ്യൻ ആരായി? അവൻ പാപിയായി തീർന്നു. എല്ലാ മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ്.
എല്ലാ മനുഷ്യരും അത് എല്ലാ മതങ്ങളും അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പാപിയായ മനുഷ്യന്റെ ആ പാപത്തിന് ഒരു പരിഹാരം എവിടെയാണ്? സ്തോത്രം. പാപിയാണെന്ന് പഠിപ്പിക്കുന്ന സമൂഹമേ, എന്തുകൊണ്ടാണ് നിന്റെ പരിഹാരം എന്താണെന്ന് പഠിപ്പിക്കാത്തത്? സ്തോത്രം. എനിക്കറിയാം, ജനിച്ചു വീഴുമ്പോ തൊട്ട് പ്രാർത്ഥന തുടങ്ങിയ പാപിയായ എന്റെ സഹോദരന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, മകൾക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ജനനം തൊട്ട് പ്രാർത്ഥിക്കുക. പാപിയായ എന്റെ സഹോദരന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി മരിക്കും വരെ പ്രാർത്ഥനയാണ്. ജനിക്കുമ്പോ തൊട്ട് പ്രാർത്ഥിച്ച് പാപിയായി 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 അവൻ പാപിയായി തന്നെ മരിക്കുകയാ. അതാണോ വേദപുസ്തകം പഠിപ്പിച്ചത്? പാപിയായ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ഒരുവൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഏറെ പണിയില്ലെന്നിട്ടല്ല, പാപത്തിൽ കിടന്ന ഞങ്ങളെ യേശുക്രിസ്തു രക്ഷിച്ചതുകൊണ്ടാണ് ആ സുവിശേഷം പറയാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ പറഞ്ഞു വരട്ടെ, അപ്പോൾ മനുഷ്യൻ പാപിയായി, ആ മനുഷ്യനെ രക്ഷിക്കാൻ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. 33 തിരുവയസ്സോടെ ജീവിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ പാപത്തിന്റെ ശമ്പളമായ മരണം യേശുക്രിസ്തു തന്റെ സ്വന്തം ശരീരത്തിന്മേൽ വഹിച്ചു. സ്തോത്രം. നമുക്കറിയാം, പാപിയായ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തു തന്നെ ഏൽപ്പിക്കുവാനായി തീർന്നു. സ്തോത്രം. യേശുക്രിസ്തു എന്താ ചെയ്തത്? പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ആ മരണം 3 ആണികളിന്മേൽ യേശു തകർക്കപ്പെടുവാനായി തീർന്നു. ഈ ദേശനിവാസികളെ, ഇന്ന് രാത്രിയില് നിങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ, സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം നൽകാൻ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു. നിങ്ങളെ വിടുവിക്കാനായിട്ട് ഒരുവൻ 3 ആണികളിന്മേൽ തകർക്കപ്പെട്ടു. ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, കല്ലറയിൽ അടക്കം ചെയ്തു. ഈ ലോകത്തിൽ അനേക ഉന്നതന്മാരുണ്ട്, മഹാന്മാരുണ്ട്, ഗാന്ധിജിയെ പോലുള്ള അനേക ശ്രേഷ്ഠന്മാരുണ്ട്. എന്നാൽ അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാ. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ എന്താ സംഭവിച്ചത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കുന്നവരൊന്ന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, മരണത്തെ ജയിച്ച് കർത്താവ് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇവിടെ ഒരു പരസ്യവും നടക്കുന്നത്. സ്തോത്രം. ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, യേശുക്രിസ്തു നേരത്തെ വാഗ്ദത്തം ചെയ്തതുപോലെ അനേകായിരങ്ങൾ നോക്കി നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുവാനായി തീർന്നു. ഈ വൈകിയ സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? പാപത്തിന് പരിഹാരം വേണം. നമ്മൾ ചില ദിവസങ്ങളൊക്കെ രാവിലെ പേപ്പർ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം തകർക്കുന്ന വാർത്തയാണ് ആ പേപ്പറിൽ കാണുന്നത്. കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഉന്നത നിലവാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് ആത്മഹത്യ ചെയ്തു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ആത്മഹത്യ ചെയ്തു. എന്താ ഈ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്? ഒരു കാര്യം ഓർത്തോടെ, അവനെ ഭരിക്കുന്ന പാപത്തിന്റെ ശക്തിയ. സ്തോത്രം. ആ പാപത്തിന്റെ ശക്തി ആ മനുഷ്യനെ ഭരിച്ച് അവനെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക. എന്നാൽ ഇന്ന് രാത്രിയില് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഒരു കാര്യം പറയാം. നിന്റെ കുടുംബത്തിനകത്ത് സുവിശേഷത്തിന് നീ സ്ഥാനം കൊടുക്കാമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കാമെങ്കിൽ, ദൈവത്തെ വിളിക്കാനായിട്ട് നിന്റെ കുടുംബത്തെ നീ ഒരുക്കാമെങ്കിൽ, മരണമെന്ന് പറയുന്ന ആ
അന്ധകാര ശക്തി നിന്റെ വീടിനകത്ത് കയറാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഒരു സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തില് സമാധാനം വേണമെങ്കിൽ ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി. എനിക്കും നിനക്കും വേണ്ടി തകർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത, ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ആ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ 23 വയസ്സ് വരെ സമാധാനമില്ലാതെ ജീവിച്ചവനാണ് ഞാൻ. വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഇളയ മകനാണ്. ഒരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ശൂന്യതയുണ്ടായിരുന്നു. സമാധാനമില്ലാത്തൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ കരയുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദിലെ, എൻ്റെ 23-ാമത്തെ വയസ്സിൽ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് നല്ല ഭക്തിയോടെ പള്ളിയിൽ നല്ല മാതൃകയോടെ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ സുവിശേഷം കേട്ട് എൻ്റെ ഹൃദയം ഞാൻ യേശുവിനായി സമർപ്പിച്ചു. അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന സമാധാനം ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന സ്നേഹിതാ, നിനക്ക് സമാധാനം തരാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. വളരെ ആഴമായിട്ട് വരയിട്ട് പറയുകയാ. ഇന്ന് നിന്നെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇരുവിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തെ വിടുവിച്ച്, ദുർമരണങ്ങളിൽ നിന്ന് നിന്റെ ദേശത്തെ വിടുവിച്ച്, അനർത്ഥങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തെ വിടുവിച്ച് നിന്റെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ആ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്ക്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രിയില് ജനിച്ചിട്ട് 50 വർഷമായി നീ ഒരു ക്രിസ്ത്യാനി എന്ന പേരിലാണ് നീ അറിയപ്പെടുന്നത്. ഇന്ന് വരെ നീ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ചിലപ്പോൾ നിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കരിക്കൊടി കട്ടിയിരിക്കും, പോസ്റ്റേൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിരിക്കും, ഇഞ്ഞാര് പോയി എന്ന് കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, നീ യേശുവിനെ കൂടാതെ ഈ ലോകം വിട്ടുപോയാൽ നിന്റെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? രാത്രി മറന്നു പോകരുത്. യേശുവിനെ കൂടാതെ ഈ ലോകത്തിൽ നിന്ന് പോകരുത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്താണ് പ്രയോജനം? രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്ക്. വലിയ സമാധാനമുണ്ട്. നിന്റെ കുടുംബത്തെ നിന്റെ കുടുംബ ജീവിതത്തെ, തലമുറകളെ ദൈവം നിറയ്ക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളാലും ഈ ദേശത്തെയും ദേശത്തുള്ള ഭവനങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക